നമ്മൾ പി എന്ന് പറയുന്ന ഒരു ഓർത്തോ പ്രൊജക്ഷൻ എടുക്കുകയാണ്. അത് 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു പി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഐ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ കാണിക്കുന്നതിന് പകരം 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു പി ആണെന്ന് വേറെ കാണിക്കും, പി ലെസ് ദാൻ ഓർ ഇക്വൽ ടു ഐ വേറെ കാണിക്കും. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഇക്വൽ ടു പി എന്ന് പറഞ്ഞാൽ പി ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 ആയിരിക്കും. പി ഗ്രേറ്റർ ദാൻ 0 എന്ന് കാണിക്കാൻ പകരം ഇന്ന പ്രോഡക്റ്റ് പി എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 എന്ന് കാണിച്ചാൽ പോരെ. അപ്പോൾ അതിനുവേണ്ടി ഇന്ന പ്രോഡക്റ്റ് പി എക്സ് എക്സ് കാണാം. പി എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ആണല്ലോ. ഓർത്തോ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ പി സ്ക്വയർ ഈക്വൽ ടു പി എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊജക്ഷനാണ്. അപ്പോൾ പി എന്ന് പറയുന്നത് പ്രൊജക്ഷനാണ്. അപ്പോൾ നമുക്ക് പി ഈക്വൽ ടു പി സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഓർത്തോ പ്രൊജക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? പി എക്സ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ എക്സ് പി വൈ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ പീനെ ഇങ്ങോട്ടേക്ക് ഇടാം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു പീനെ ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പോൾ പി എക്സ് ആയി. അപ്പോൾ ഇന്ന പ്രോഡക്റ്റ് പി എക്സിനെ നോം പി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. എപ്പോഴെങ്കിലും നോം നെഗറ്റീവ് ആവും? ഇല്ലല്ലോ. നോം എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഇത് പ്രൂവ് ചെയ്തു. ഇനി പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ എന്ന് പ്രൂവ് ചെയ്യാൻ ഇന്ന പ്രോഡക്റ്റ് പി എക്സ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്ന പ്രോഡക്റ്റ് ഐ എക്സ് എക്സ് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ E1 + E2 ഇമേജ് ഓഫ് പീൻ്റെ കേണൽ ഓഫ് പീൻ്റെ സമ്മാണ് എക്സ് എന്ന് തുടങ്ങിയിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കാണിക്കേണ്ട ഈ സംഭവം കിട്ടും. ഇത് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി? പി എക്സ് എക്സിന് ഇന്ന പ്രോഡക്റ്റ് കാണിക്കാൻ പി സ്ക്വയർ എക്സ് എക്സ് എന്ന് കണ്ടത് അല്ലേ. പി ഈക്വൽ ടു പി സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് കാണിക്കുന്ന പകരം ഇത് കാണിച്ചാൽ മതി. ഇനി പി എന്ന് പറഞ്ഞാൽ ഓർത്തോ പ്രൊജക്ഷൻ ആയതുകൊണ്ട് പി സ്ക്വയർ എക്സ് കാണിക്കുന്നതിന് വരെ പി എക്സ് എക്സ് കാണിച്ചാൽ മതി. എന്തുകൊണ്ടാണ് മനസ്സിലായോ? നമ്മൾ എക്സ് പി വൈനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞേ? പി എക്സ് വൈ എന്ന് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞത് ഓർത്തോ പ്രൊജക്ഷനിൽ. അത് വെച്ച് ഇത് രണ്ട് കമ്പയർ ചെയ്താൽ കിട്ടൂലേ. നമ്മൾ ഈ പീനെതാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഇങ്ങോട്ടേക്ക് ഇട്ടാൽ പി എക്സ് എക്സ് ആയി. അപ്പോൾ നമ്മൾ ഇനി ഇതാണ് കാണിക്കുക. ഇനി ഇന്ന പ്രോഡക്റ്റ് പി എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോം പി എക്സ് സ്ക്വയർ. അപ്പോൾ നോം പി എക്സ് സ്ക്വയർ ലെസ് ദാൻ നോം എക്സ് സ്ക്വയർ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം കിട്ടും. ഓക്കെ, അപ്പോൾ നോം പി എക്സ് സ്ക്വയർ ലെസ് ദാൻ എക്സ് സ്ക്വയർ എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എക്സിന് എങ്ങനെ എഴുതാം? ഇമേജ് ഓഫ് പി പ്ലസ് കേണൽ ഓഫ് പി എന്ന് എഴുതാം. അഥവാ ഇമേജ് ഓഫ് പിയിൽ പി എക്സ് ഉണ്ട്. കേണൽ ഓഫ് പീനെ നമുക്ക് എങ്ങനെ എഴുതാം? കേണൽ ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇമേജ് ഓഫ് ക്യൂ ആണ്. ഇമേജ് ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ ഐ മൈനസ് പിൻ്റെ ഇമേജ്. അപ്പോൾ ഐ മൈനസ് പിൻ്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് പി ഓഫ് എക്സ്. അപ്പോൾ കേണൽ ഓഫ് പീനെ നമുക്ക് ഐ മൈനസ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി രണ്ട് ഭാഗത്ത് നോം എടുക്കുന്നു. അപ്പോൾ നോം എക്സ് സ്ക്വയർ ഈക്വൽ ടു നോം പി എക്സ് പ്ലസ് ഐ മൈനസ് പി എക്സ് സ്ക്വയർ എന്ന് വന്നു. ഇനി നോക്കിയേ, ഇതിന് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞ ഫോമിൽ എഴുതി. ഇനി പി എക്സും ഉണ്ട് ഐ മൈനസ് പി എക്സും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇനി പി എക്സ് എന്താ? ഇമേജ് ഓഫ് പി. ഐ മൈനസ് പി ഓഫ് എക്സ് എന്താ? കേണൽ ഓഫ് പി. കേണൽ ഓഫ് പിയും ഇമേജ് ഓഫ് പി എന്തായിരിക്കും? ഓർത്തോഗണലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇന്ന പ്രോഡക്റ്റ് എന്തായി? 0 ആയി. അപ്പോൾ ഇനി ഈ രണ്ട് ടേമേ ഉള്ളൂ. ഇനി നോക്കിയേ, നോം എക്സ് സ്ക്വയറിനേക്കാളും വലുതാണ് പി എക്സ് സ്ക്വയർ. അപ്പോൾ പി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടിയല്ലോ. ഇതിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ.